തുടരും എന്നുള്ള സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ എമ്പുരാനെ മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ മലയാളം സിനിമ എന്നുള്ളൊരു റെക്കോർഡ് വന്നതിനെ പറ്റിയൊരു വാർത്ത കണ്ടിരുന്നു. മാത്രമല്ല ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന, കേരളത്തിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമ, അങ്ങനെ പലതരം റെക്കോർഡുകൾ അച്ചീവ് ചെയ്തുകൊണ്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുകയാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് കുറച്ച് ചിന്തകളും ചില ഒബ്സർവേഷനുകളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ മലബാർ ജേണലിൽ എന്നോടൊപ്പം ഉള്ളത് അഞ്ജന ജോർജാണ്. അപ്പോൾ അഞ്ജന, പലതരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞു. മിക്കവടിയും അല്ലെങ്കിൽ ഒരു 100% എന്ന് വേണമെങ്കിൽ പറയാം സിനിമയെ പറ്റി പോസിറ്റീവ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയാം അഞ്ജനയും കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാത്തൊരു സിനിമയാണ്. ഞാനും 100% സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല സിനിമ കണ്ടിട്ട്. അപ്പം അത്തരത്തിലൊരു ഡിസ്കഷൻ ആവാം. ഇപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാരെല്ലാവരും, കാണേണ്ടവരെല്ലാവരും കണ്ടു കഴിഞ്ഞു. അവർ ഒന്നെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. തുടരുന്നതിന് ശേഷം മറ്റ് സിനിമകളൊന്നും കാര്യമായിട്ട് വർക്കായിട്ടുമില്ല. അത് എല്ലാം കൊണ്ട് തുടരുന്നുള്ള സിനിമയ്ക്ക് ഗുണമായിട്ട് ഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ സിനിമയെ കുറിച്ച് അഞ്ജനയ്ക്ക് ഉണ്ടായിട്ടുള്ള തോട്ട്സ്, അഞ്ജനയ്ക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനൊരു മോഹൻലാൽ ഫാൻ അല്ല, സ്ലീപ്പർ സെൽ ഫാനും അല്ല. പക്ഷെ ഐ റിയലി ലവ് മോഹൻലാൽ ആസ് എൻ ആക്ടർ. ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുന്ന സമയത്ത് തന്നെ കുറച്ച് ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഞാൻ സ്വയം എനിക്കെങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്ന ആക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പടങ്ങൾ, ഇപ്പം ഞാൻ തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ കോൺസെപ്റ്റിനോട് സിമിലർ ഉള്ള ഒരു കോൺസെപ്റ്റുള്ള പടമാണ് സൂര്യഗായത്രി. സൂര്യഗായത്രി തൊട്ടിട്ട് അങ്ങോട്ട് മോഹൻലാൽ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ, താഴ്വാരം, സതയം, പിന്നെ ഈവൻ സബ്ജക്റ്റ് വൈസ് നോക്കുമ്പം അയാൾ കഥ എഴുതുകയാണ്, ജെൻഡർ സെൻസിബിളി ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പടം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇപ്പം കണ്ടിരിക്കാൻ പറ്റില്ലെങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിൻ്റെ കോമിക് സെൻസും ടൈമിങ്ങും അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള പടങ്ങളാണ്. പാരം പ്ലസ് അരം കിന്നരം ഒക്കെ. അത് വെച്ച് നോക്കുമ്പം ഞാൻ ഐ വാസ് ക്വൈറ്റ് സർപ്രൈസ്ഡ് വെൻ പീപ്പിൾ വർ ടോക്കിംഗ് അബൌട്ട് തുടരും ആസ് ലൈക്ക് മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ സന്തോഷിപ്പിച്ച ഒരു പടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തുടരും മോഹൻലാൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെയോ ചെയ്ത പടങ്ങളിലോ, പണ്ട് ചെയ്തു വെച്ചിരുന്ന പടങ്ങളിലോ ഒരു 7 അയലത്ത് പോലും എത്തില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പടമാണ്. they have tried to use all kind of marketing elements. വയനാടിൻ്റെ മുണ്ടക്കയം ഇൻസിഡൻറ്റ് തൊട്ടിട്ട് ശബരിമല തൊട്ട് കസ്റ്റഡിയിലെ മരണങ്ങൾ തൊട്ടിട്ട് അങ്ങോട്ട് ഈവൻ ഓണർ കില്ലിങ് വരെ കോൺസെപ്റ്റിനെ വരെ ഉപയോഗിച്ച ഒരു പാരഡി ഫിലിം പോലെ. മോഹൻലാലിൻ്റെ എന്താ പറയുക, ഡാമോനെ ദിനേശ തൊട്ട് വെട്ടിയിട്ട ഭയത്തുണ്ട്, കഞ്ഞി എടുക്കട്ടെ തൊട്ട് അങ്ങനെയുള്ള അങ്ങേരെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതും ഡയലോഗ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിക്സപ്പ് മൂവി. അതിനപ്പുറത്തേക്ക് ഈ പടത്തിനകത്ത് ഒന്നും എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം എൻ്റെ ഒരു കോൺഷ്യസ് ഡൗട്ടാണോ എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഇപ്പം ഈ സെൽഫ് ക്ലെയിംഡ് സ്ലീപ്പർ സെൽ ഫാൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സമാധാനിച്ചു ഈ പടം കൊണ്ട് എന്നുള്ളതാണ്. എസ്പെഷ്യലി എമ്പുരാൻ ഒരു ഡിസാസ്റ്റർ ആയപ്പം എന്ന് വെച്ചാൽ ഒരു ആസ് എ മൂവി എന്നുള്ള രീതിയിൽ എമ്പുരാൻ്റെ ആ ഒരു തകർച്ച, ഫോർഗെറ്റ് അബൌട്ട് അതിൻ്റെ ബോക്സ് ഓഫീസ് ഹിറ്റും ഒക്കെ, പക്ഷെ എൻ്റെ കണ്ടന്റ് ക്വാളിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ആ സെറ്റ് ബാക്ക് തുടരുമിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഐ തിങ്ക് ദെയർ മാർക്കറ്റിംഗ് വാസ് റിയലി ഗുഡ്. ലൈക്ക് ആൻഡ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ലാലേട്ടൻ എന്ത് ചെയ്താലും നമ്മളൊക്കെ ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഹരിക്ക് എന്താ തോന്നിയത്? ഹരി നോക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മോഹൻലാലിന് ഇങ്ങനെ ഒരു ഹിറ്റ് ഇല്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ഹരിയും പറഞ്ഞല്ലോ ലൈക്ക് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നിയെന്ന്. അപ്പോൾ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ആക്ച്വലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഫസ്റ്റ് ഡേ തന്നെയാണ് സിനിമ കണ്ടത്, ഫസ്റ്റ് ഡേ രാത്രിയാണ് കണ്ടത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റ് ചിന്തകളിലേക്കൊന്നും പോകാതെ ചില സമയത്ത് എന്താണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നും. ഇപ്പോൾ തുടക്കത്തെ ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജി ഇൻവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മൂപ്പര് കുറേ സെൽഫ് ട്രോളും അത്തരം ഈ മെറ്റാ ഡയലോഗ്സ് ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, അത്ര സുഖമുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ പക്ഷേ സിനിമ ഒരു സീരിയസ് ടോണിലേക്ക് മാറിയപ്പോൾ കുറച്ച് എന്നെ ഹുക്ക് ചെയ്തു, ഇൻട്രസ്റ്റിംഗ് ആയി എന്താ നടക്കുന്നത് എന്നുള്ളതും. പിന്നെ പ്രത്യേകിച്ച് എന്നെ ഒരുപാട് മോഹൻലാൽ, നമ്മൾ അതുവരെ റിവ്യൂസ് എല്ലാം കേട്ടു മോഹൻലാലിന്റെ ഗംഭീര പെർഫോമൻസ് ആണ്, അപ്പോൾ അത് കാണാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷെ എന്നെ ആക്ച്വലി സർപ്രൈസിങ് അല്ലെങ്കിൽ എന്താ പറയുക, എന്നെ ഒരു കോട്ട് മീ ഓഫ് ഗാർഡ്.
അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പ്രകാശ് വർമ്മയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് മൂപ്പരൊരു പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര അതൊരു ഫ്രഷ് ഒരു ഫാക്ടറായിരുന്നു ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതായിരുന്നു ആക്ച്വലി നല്ലോണം എക്സൈറ്റ് ചെയ്തത്. കാരണം മോഹൻലാൽ നമ്മൾ കണ്ടതാണ്, നമുക്ക് അറിയാം മോഹൻലാൽ കേപ്പബിൾ ആണ് എന്ത് ചെയ്യാന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള മോഹൻലാലിൻ്റെ മൂവി സെലക്ഷൻസും അതൊക്കെ നമ്മളെ എത്രത്തോളം എന്താ പറയുക ഡിസപ്പോയിന്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമായിരുന്നു. നേരായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഹിറ്റ് ആയത്. അതിന് മുന്നേ നേരും ഇപ്പോൾ ഞാൻ 100% എൻജോയ് ചെയ്ത സിനിമയല്ല, പക്ഷെ സ്റ്റിൽ അതിൽ കുറച്ച് നല്ല എലിമെന്റ്സ് ഉണ്ടായിരുന്നു, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. എമ്പുരാൻ പറഞ്ഞ പോലെ തീരെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത സിനിമയായിരുന്നു. ലൂസിഫറും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ദൃശ്യം പോലെ അല്ലെങ്കിൽ ഒപ്പം പോലെ കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മോഹൻലാൽ സിനിമ അതിനുശേഷം ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ. അപ്പോൾ തുടരും ആക്ച്വലി റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്തത്, അതാണ് എനിക്ക് കിട്ടാൻ പോണത്. അപ്പോൾ മേ ബി എക്സ്പെക്ടേഷൻസ് എനിക്കൊരു വിനയായിട്ടുണ്ടാവും, പക്ഷെ അത് മാത്രമല്ല തോന്നുന്നു. കാരണം ഇതിലൊരു പുതുമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രകാശ് വർമ്മ അല്ലാതെ എനിക്ക് മറ്റൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫ്രഷ്നെസ് ആയിരുന്നു. ഇങ്ങനെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ല പെർഫോമൻസും ഒപ്പം നിൽക്കുക എന്നുള്ളത് ഒരു ഇതായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം വന്നപ്പോൾ ആക്ച്വലി ആക്ഷൻ സീൻസ് ഒക്കെ വരുമ്പോഴും മോഹൻലാലിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ വീണ്ടും കാണിക്കുന്നതൊക്കെ ആക്ച്വലി ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ കുറേയൊക്കെ നാളുകൾക്ക് ശേഷം അങ്ങനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അതും പലവിടുന്നും ഇപ്പോൾ ഒപ്പത്തെ സീനിൻ്റെ ഒരു മിക്സപ്പോ അല്ലെങ്കിൽ ഒരു സ്പിൻഡ് വേർഷനാണ് നമ്മളിതിൽ കാണുക. പോലീസ് സ്റ്റേഷൻ ഫൈറ്റും ഏകദേശം കോസ്റ്റ്യൂമൊക്കെ അതേപോലെയായിരുന്നു. അത് കാട്ടിൻ്റെ ഉള്ളിൽ. അതെ, അപ്പൊ എനിക്കൊരു ഒറിജിനാലിറ്റി എന്നുള്ളൊരു ഫാക്ടർ മിസ്സിംഗ് ആയിരുന്നു പടത്തിൽ ഉടനീളം ആദ്യം തൊട്ട് അവസാനം വരെ. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ഒറിജിനൽ ആയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രകാശ് വർമ്മ എന്നുള്ളൊരു. പ്രകാശ് വർമ്മേനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഷോ കണ്ട ആളല്ല. പടം വന്ന സമയത്ത് ഞാൻ ജയ്സൽമീറായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അയ്യോ ചെന്നിട്ട് തുടരും മിസ്സാവുന്നു, അവിടുന്ന് ആൾക്കാർ രാത്രി വിളിച്ചിട്ട് നമ്മളോട് പറയുന്നു, എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ പ്രകാശ് വർമ്മേനെ പറ്റി അങ്ങയുടെ ഇൻ്റർവ്യൂവും ഒക്കെ ഓൾറെഡി അതിൻ്റെ കുറേ വേവ്സ് കിട്ടിയിട്ടാണ് ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത്. എനിക്ക് പ്രകാശ് വർമ്മയെ അറിയുന്നത് ഈ പറയുന്ന ജോർജ് സാർ ആയിട്ടല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ആഡ് മാഗസിൻ എന്ന് പറഞ്ഞിട്ടൊരു അഡ്വർടൈസിങ് മാഗസിനിൽ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അന്നേരമാണ് ഈ സൂസു ആഡ് ഉണ്ടാക്കിയതും ആ ആഡിൻ്റെ പിന്നിൽ നടന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ഇത് കാണുകയും അങ്ങനെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു ആഡ്മാനും അതേപോലെ അദ്ദേഹം പിന്നീട് നിർവാണ ഫിലിംസ് തുടങ്ങിയതും അത് കഴിഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരുപാട് ആഡുകളും ഒരുപാട് ഐഡിയാസും ഒക്കെ പറ്റിയിട്ട് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു അഡ്വർടൈസിങ് പാഷനുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പ്രകാശ് വർമ്മേനെ ആണ് ഈ പടത്തിലെ വില്ലൻ എന്ന് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് തോട്ട് എനിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഓ മൈ ഗോഡ്, വൈ ഡസ് ഹി ഹാവ് ടു കം ടു സിനിമ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. ബിക്കോസ് ഹീ ഈസ് സംബഡി ഹൂസ് ലൈക്ക് ഒരു ടോപ്പ് 5 ആഡ് ഗൈസിൽ ഒരാളാണ് അങ്ങേര്. അപ്പോൾ വൈ ഡസ് ഹി ഹാസ് ടു, അപ്പം എവ്രി മാൻ ഓർ എവ്രി ഹ്യൂമൻ ബീങ് ഹാസ് ഒരു എന്താ പറയുക ഒരു എവിടെയോ ഒരു സട്ടിലായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സീക്രട്ട് ഡ്രീം ടു ബി ഇൻ എ മൂവി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കുറേ കണ്ടു. അപ്പോൾ എനിക്ക് പക്ഷേ ആ ക്യാരക്ടറിന് എനിക്ക് ഏറ്റവും ഡ്രെഡ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലനായിട്ട് എപ്പോഴും ചൈൽഡ്ഹുഡ് മുതൽ എൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരു വില്ലൻ എന്ന് പറയുന്നത് റാവുത്തറാണ്. വിയറ്റ്നാം കോളനിയിലെ റാവുത്തറിൻ്റെ ആ നിൽപ്പിൽ തന്നെ അങ്ങേര് തിരിഞ്ഞു നിൽക്കുന്ന ബക്കറ്റിലെടുത്ത് വെള്ളം കുളിക്കുന്ന ഒരു അതിലും തന്നെ നമുക്ക് ഫിയർ വരുന്ന ഒരു, ഇപ്പോഴും എനിക്ക് ആ സീൻ ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്, ഞാൻ മറന്നിട്ടില്ല. അപ്പം അതുപോലത്തെ ഒരു ഇമ്പാക്റ്റ് തരുന്ന ഒരു സ്റ്റൈലൈസ്ഡ് വേർഷൻ ഓഫ് വില്ലനാണ് ശരിക്കും ഈ പറയുന്ന ജോർജ് സർ എന്ന് പറയുന്നത്. അങ്ങേര് ഐ വിൽ നോട്ട് ജഡ്ജ് പ്രകാശ് വർമ്മ വിത്ത് ദിസ് ഫിലിം. I would definitely would like to see him in another movie, to see another character he pulling it off very well, because ഇതൊരു ഭയങ്കര സ്റ്റൈലൈസ് ചെയ്തിട്ടുള്ള ഒരു പെരിഫറലി പോകുന്ന അദ്ദേഹത്തിൻ്റെ തിലകൻ്റെയും പിന്നെ അങ്ങനെ ആ ഹസ്കി ടോണിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉണ്ട്. ഇപ്പം ആ ഒരു സൗണ്ടും ഒക്കെ കൂടി വളരെ രസമായിട്ട് വർക്കായ ഒരു പടം. എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബിനു പപ്പൂനെയാണ്. ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ ആർക്ക് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്, കോംപ്ലെക്സ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ, ആൻഡ് ഹി ഹാസ് പുൾഡ് ഇറ്റ് ഓഫ് റിയലി വെൽ. പിന്നെ ജോർജ് സാർ അവിടെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് അത്രയും ഷൺമുഖം അല്ലെങ്കിൽ ബെൻസിന് അത്രയും ഹൈപ്പ് വന്നിട്ടുള്ളത്. മോർ ദ വില്ലൻ ബിക്കംസ് എ വില്ലൻ, ദ ഹീറോ ബിക്കംസ് ഹീറോയിക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ
Prakash Verma has done a good job, but we still have to wait and see whether he is a one-time wonder or he will continue to do some good roles and we could call himself as a fabulous actor. ഇതിലിപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ മോഹൻലാൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സ്ഥിരം ഗ്യാങ് ഓഫ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പം അതിന്ന് മാറിയിട്ട് യങ് ആയിട്ടുള്ളൊരു ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്തു. തരുൺമൂർത്തിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു യങ് ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി നമ്മുടെ ബാക്കി ജനറേഷൻ വെച്ച് ഒരു യങ്ങർ ഡയറക്ടറാണല്ലോ. അപ്പോൾ അത്തരം ഒരു ഫ്രഷ് സെറ്റ് ഓഫ് മൈൻഡുള്ള ആൾക്കാരുടെ കൂടെ മോഹൻലാൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളത് സിനിമ ആസ്വാദകൻ അല്ലെങ്കിൽ ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും അല്ലാതെ കുറച്ച് കാലം ആയിട്ട് അവർ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു ഇപ്പം മമ്മൂട്ടി കുറച്ച് കാലമായിട്ട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയും അതുകൊണ്ട് തന്നെ മൂപ്പരെ എന്താ പറയുക, അദ്ദേഹം ഒരുപാട് കാലമായിട്ട് പുതുമുഖങ്ങൾ. അതെ 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 അതെ. അപ്പോൾ പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എല്ലാ സിനിമകളും ഒന്നെങ്കിൽ ക്രിട്ടിക്കലി നല്ല അഭിപ്രായം, അതെ അതെ, ഫൈനാൻഷ്യലി മാത്രമല്ല ക്രിട്ടിക്കലി ആണെങ്കിലും അതിന് നല്ല അഭിപ്രായം വരും. ഇപ്പോൾ ഇടയിൽ കുറച്ച് കാലം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്ന പോലെ ഒരു മോശം സമയം ഉണ്ടായിരുന്നു, കുറേ ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പുകളും. അതിനുശേഷം ഇപ്പോൾ ഒരു മമ്മൂട്ടി ഒരു റീബ്രാൻഡ് ചെയ്ത പോലെ ഏജിന് പറ്റിയ മൂപ്പരെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ടൈപ്പ് കുറേ റോൾസ് എടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ മോഹൻലാൽ എന്നാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കുറേ കാലമായിട്ടുള്ളൊരു ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ മൂപ്പറിൻ്റെ സ്ഥിരം ആളുകളുടെ കൂടെ പോയാൽ അത് ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പെട്ടെന്ന് തരുൺമൂർത്തിക്ക് ഡേറ്റ് കൊടുക്കുന്നതും ഈ സിനിമ വരുന്നു. പക്ഷെ തരുൺമൂർത്തി മോഹൻലാലിനെ അങ്ങനെ പൊളിച്ച് വാർക്കാനോ അങ്ങനെയൊന്നും ചെയ്യാതെ മോഹൻലാലിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് കൃഷാന്തായിട്ട് ഇപ്പോൾ അത് ഡിസ്കഷൻ നടക്കുന്നു, പിന്നെ അതേപോലെ ജീതു മാധവൻ്റെ കൂടെ ഡിസ്കഷൻ നടക്കുന്നു, പിന്നെ അമൽ നീർദിൻ്റെ സിനിമയ്ക്കും വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവരുടെ കൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് മേ ബി മറ്റൊരു വേർഷൻ ഓഫ് മോഹൻലാലിനെ കാണാൻ പറ്റിയേക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ തരുൺമൂർത്തി കൊണ്ടുവന്ന ഈ ഒരു അല്ലെങ്കിൽ തരുൺമൂർത്തി അവതരിപ്പിച്ച ഈ മോഹൻലാൽ, അതിനെ പറ്റിയിട്ട് അഞ്ജനയുടെ തോട്ട്സ്? ആക്ച്വലി ഓപ്പറേഷൻ ജാവ ഞാൻ ഭയങ്കരമായിട്ട് രസമായിട്ട് ആസ്വദിച്ച പടാ. സൗദി വെള്ളയ്ക്ക, ഐ ലൈക്ക് ദ മൂവി. ഐ വുഡ് ഹാവ് മോർ പ്രിഫേർഡ് സുഡാനി ഫ്രം നൈജീരിയ ദാൻ സൗദി വെള്ളയ്ക്ക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തരുൺമൂർത്തിയുടെ പടങ്ങളിലെ തരുൺമൂർത്തിയുടെ ഏറ്റവും ലോവസ്റ്റ് പെർഫോം ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ഈ പടം നിലനിൽക്കുന്നത് ഒരു കിഡ്ലൻ സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ടോ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. റിഡൻഡൻസിയെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തരുൺമൂർത്തി അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് ഈ പടം സക്സസ്ഫുൾ ആയിരിക്കുന്നത്. തരുൺമൂർത്തിയുടെ കഴിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ മോഹൻലാലിൻ്റെ സർക്കിളിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് വേറെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ കാണിക്കുന്ന റിലക്റ്റൻസിയുടെ ഒപ്പം തന്നെ ഇപ്പം മോഹൻലാൽ കൈകൊടുത്തു എന്ന് നമ്മൾ കേൾക്കുന്ന ഈ പറയുന്ന ചുറ്റും കേൾക്കുന്ന വാർത്തകളുണ്ടല്ലോ, സ്ഥിരീകരിക്കാത്ത വാർത്തകൾ, അതിലുള്ളവരൊന്നും പുതിയ ആളുകളല്ല. അതിലുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പടമെങ്കിലും സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പോഴും അങ്ങേരെ അഡ്വഞ്ചറിന് തയ്യാറല്ല. ഞാൻ ഒരു മോഹൻലാൽ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് എപ്പോഴും ഒരു അളവുകോലായിട്ട് മമ്മൂട്ടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ മമ്മൂട്ടിയെ കോൺവെർസേഷനിൽ നമ്മൾ കൊണ്ടുവരുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിലും, പക്ഷെ ഞാൻ ഐ വിൽ ഡെഫിനറ്റ്ലി സേ മമ്മൂട്ടി എടുത്തിട്ടുള്ള ഒരു റിസ്ക് മോഹൻലാൽ ഒരിക്കലും മലയാള സിനിമയിൽ എടുത്തിട്ടില്ല ഈ ഒരു കാലത്തിൽ. ഐ തിങ്ക് മോഹൻലാലിൻ്റെ പഴയ ഈ പറയുന്ന റീഇൻവെൻറ്റിങ് ദ എന്താ പറയുക ഓൾഡ് മോഹൻലാലിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. തരുൺമൂർത്തിയും ഒന്നും നോവലായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഈ പറയുന്ന തരുൺമൂർത്തി ഒരു ഡയറക്ടറാണല്ലോ, അദ്ദേഹം എന്തിന് ഈ പറയുന്ന വെട്ടിയിട്ട വായത്തണ്ടും കഞ്ഞിയെടുക്കട്ടെയും ദിനേശയും മോഹൻലാലും ശോഭനയും കൂടെ ഒരുമിച്ചുള്ള ചില കോമ്പിനേഷൻസിൻ്റെ ഓർമ്മകൾ കൊണ്ടുവരികയും, എനിക്ക് ഏറ്റവും അനിഷ്ടം തോന്നിയത് ശാന്തമേ രാത്രിയിൽ എന്ന് പറയുന്ന ഒരു പാട്ട് എടുത്തിട്ട് ഉപയോഗിച്ചപ്പോഴാണ്. എനിക്ക് വളരെ വിയോജിപ്പുള്ള ഒരു സാധനമാണ് ഈ നൊസ്റ്റാൾജിയ ഈസ് ഓൾവേസ് എ സെല്ലിംഗ് പോയിന്റ്. പക്ഷെ നൊസ്റ്റാൾജിയയിൽ തന്നെ മറ്റൊരാളുടെ പാട്ട് എടുത്തിട്ട് പുതിയതായിട്ട് റീപ്രൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മേക്കേഴ്സ് ആ പാട്ടിൽ ഇപ്പോൾ ഇളയരാജയുടെ അടുത്ത് നിന്ന് റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ശാന്തമേ രാത്രിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി അല്ലാതെ വേറൊരു ആക്ടർ അതിനകത്തില്ല. മമ്മൂട്ടി ഇനി എങ്ങനെയാണോ അതിനകത്ത് ഡാൻസ് കളിച്ചിട്ടുള്ളത്, മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, അങ്ങനെയുള്ള പല ട്രോളുകളും ഇവിടെ വരുന്നുണ്ടെങ്കിലും മമ്മൂട്ടി ആ സ്ക്രീനിൽ ശാന്തമേ രാത്രിയിൽ ചെയ്തതും എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞങ്ങളെല്ലാവരും രാത്രി ഈ കള്ളുപിടിച്ച പോലെ അഭിനയിച്ച് ശാന്തമേ രാത്രിയിൽ പാടിയതും തന്നെ എനിക്ക് എന്നും
എനിക്ക് തരുൺ മൂർത്തിയോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമുള്ളൂ. ഇപ്പം ശാന്തമേ രാത്രിയിൽ ഞാൻ എവിടെയോ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു, പിന്നെ ഈ പറയുന്ന ഇളയരാജേൻ്റെ അടുത്ത് പാട്ടുകൾക്ക് റൈറ്റ്സ് വാങ്ങാൻ നിന്ന ആ പൈസ ഉണ്ടായിരുന്നു, അത് വേറെ എന്തോ ആക്ടേഴ്സിനോ എന്തിനോ കൊടുത്തതിനേക്കാളും ഇരട്ടിയായിരുന്നു എന്ന് ഞാനിങ്ങനെ ഒരു കാഷ്വൽ റീഡിങ്ങിൽ കണ്ടു. അപ്പം എനിക്ക് തരുൺ മൂർത്തിയോട് ചോദിക്കാനുള്ളത്, തരുൺ മൂർത്തിയെ പോലെ തന്നെ യങ് ആയിട്ടുള്ള ഒരുപാട് വളരെ സെൻസിബിളായിട്ടും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങുള്ള മ്യൂസീഷ്യൻസും ടെക്നീഷ്യൻസും ഒക്കെ ഉള്ള ഈ നാട്ടിൽ വൈ ഡിഡ് യു ഗിവ് ചാൻസ് ഫോർ എ ന്യൂ പേഴ്സൺ? ഹാഫ് ദ മണി വേണ്ട, ക്വാർട്ടർ ദ മണി. മോഹൻലാലിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഫ്രീ ആയിട്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ല. ബട്ട് സ്റ്റിൽ ഇഫ് ദാറ്റ് വാസ് ദ തിങ്, വൈ കുഡിൻ ദേ മേക്ക് അനദർ സോങ് അതർ ദാൻ ശാന്തമേ രാത്രിയിൽ? തരുൺ മൂർത്തി എന്ന് പറയുന്ന മേക്കറും വൺസ് ഹി റീച്ചസ് എ പോയിന്റ്, ലൈക്ക് മേ ബി ഓപ്പറേഷൻ ജാവയോട് ചെയ്ത അത്രയും എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, എന്ത് തോട്ട് പ്രോസസ്സ് അങ്ങേർക്ക് പോയത്? ബിക്കോസ് ഹി ഓൾസോ ഇസ് എ വെരി, ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് when I listen talking to his interviews, I feel അയാളൊരു സെൻസിബിൾ വ്യക്തിയാണ്. അയാൾക്ക് അയാളുടേതായ ഈ ആശയദാരിദ്ര്യത്തിൻ്റെ ആവശ്യം അയാൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ആയിരിക്കും ഈ പറയുന്ന ഈ പഴയ ഈ നൊസ്റ്റാൾജിക് സാധനങ്ങളെ വെച്ചിട്ട് നമ്മളിപ്പോഴും ഇതിനിങ്ങനെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന പോലെ തോന്നുന്നില്ലേ? അത് ആശയദാരിദ്ര്യം എന്നുള്ളത് ഇപ്പോൾ മൊത്തത്തിൽ വേൾഡ് വൈഡ് സിനിമേനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ഞാൻ പക്ഷേ വേൾഡ് സിനിമ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സൂപ്പർ ഹീറോ മൂവീസിനെയൊക്കെ ഞാൻ ബ്ലെയിം ചെയ്യാറുണ്ട്. ഒരേ സാധനം ഇപ്പോൾ പ്രത്യേകിച്ച് മാർവലിൻ്റെയൊക്കെ അവസ്ഥ, അവർക്കൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പുകൾക്ക് ശേഷം ഇപ്പോൾ തണ്ടർബോൾട്ടാണ് നല്ലൊരു സിനിമ വന്നത്. അതിലൊക്കെ നമുക്ക് ആശയദാരിദ്ര്യം ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണാം. സക്സസ്ഫുൾ ആയിട്ടുള്ള പല ഫോർമുലയും ഇവർ റീയൂസ് ചെയ്ത് റീബിൽഡ് ചെയ്ത് പഴയ ആക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് മരിച്ചാലും വിടില്ല, അവരെങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ പാട്ടുകൾ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ പഴയ ആക്ടേഴ്സിനെ അല്ലെങ്കിൽ പഴയ സിനിമകളിലേക്ക് ഒരു ത്രോ ബാക്ക് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളും യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് തമിഴ് സിനിമയിലൊക്കെ നമുക്ക് കുറേ കാണാം. ലോകേഷ് കനകരാജിൻ്റെയും നെൽസൻ്റെയൊക്കെ സിനിമകളിൽ ഇങ്ങനെ പഴയ മഞ്ഞുമൽ ബോയ്സ്, അതെ അതെ, അത് ഒരു മേ ബി അത് ആൾക്കാരുടെ ഒരു മെന്റാലിറ്റിയുടെയും കൂടെ ഒരു ഇതായിരിക്കും. ഇപ്പം നമ്മൾ ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ നൊസ്റ്റാൾജി ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് മിസ് ചെയ്യുന്ന ചൈൽഡ്ഹുഡ്, പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പ്രായത്തിലുള്ളവർ അവരുടെ ചെറുപ്പകാലം, കോളേജിൽ പോകുന്ന കാലം, അന്നത്തെ പാട്ടുകൾ ഇപ്പോഴും അവരൊക്കെ പറയണ കേൾക്കാമല്ലോ. അതായത് പണ്ടത്തെ പാട്ടുകളാണ് പാട്ടുകൾ, ഇപ്പോഴത്തെ പാട്ടുകളല്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ശാന്തമീ രാത്രിയിൽ ഈ സിനിമയിൽ കേട്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് ബാക്കി പാട്ടുകളൊക്കെ ഉണ്ടായിട്ടും ആ പാട്ട് കേൾക്കുമ്പോഴൊരു സുഖം, അത് തിയേറ്ററിൽ ഈ കാലത്ത് കേൾക്കുമ്പോഴൊരു സുഖം. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് അവിടെ. പക്ഷേ അതിൽ റിലേ ചെയ്തിട്ട് വേണോ കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. നൊസ്റ്റാൾജിയ നാച്ചുറലി വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് പല കാര്യങ്ങളും സിനിമകളിൽ ഫോഴ്സ്ഡ് ആവുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ കുറച്ചിപ്പോൾ മോഹൻലാലിൻ്റെ കുറേ സിനിമകളുടെ മെറ്റാ റെഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നാച്ചുറലി 1-2 ഡയലോഗ് വന്നാൽ ഓക്കെ. ഇത് ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെറുതെ എന്താ പറയുക, പൊട്ടൊരു വീര പോലെ എന്ന് പറയുന്ന പോലെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുക. അത് കുറച്ചൊരു ഓഫ് പുട്ടിങ് ആയിരുന്നു. അതെല്ലാം വർക്കായതുമില്ല. പക്ഷെ അതിൽ നാച്ചുറലി വന്നൊരു ഒറിജിനൽ കോമഡിയാണ് ആക്ച്വലി വർക്കായത്. അതായത് മോഹൻലാൽ എന്താണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ വീട്ടിന്റെ പുറത്തുനിന്ന്, അതെ, അത് അത്രയും നേരം ഇവർ മെറ്റാ റെഫറൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ നോക്കിയ കോമഡി ഒന്നും വർക്കാവാതെ ഇതൊരു സാധനം കണ്ടപ്പോഴാണ് എനിക്ക് ആക്ച്വലി ചിരി വന്നത്. അതെ, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചിരിക്കണത്. അത് അത്രയും നേരം മെറ്റാ റെഫറൻസ് ഒക്കെ കേട്ടിട്ട് ഓക്കെ റൈറ്റ് ആരോ പോകുന്നു, ആ ഒരു ഐഡിയ ആയിരുന്നു. അതെ, അപ്പോൾ നൊസ്റ്റാൾജി അങ്ങനെ കുത്തിത്തിരികേണ്ട ആവശ്യമില്ല. അത് പലപ്പോഴും ഒരു ആശയദാരിദ്ര്യം ഡിനോട്ട് ചെയ്യണ പോലെ ഫീൽ ചെയ്യാമല്ലോ. അപ്പോൾ ലോകേഷ് കനകരാജൊക്കെ അത് ആക്ച്വലി നൈസായിട്ട് യൂസ് ചെയ്യും. പക്ഷേ മലയാളത്തിൽ അങ്ങനെ നൈസായിട്ട് ഒരു സ്റ്റോറിനോട് ചേർന്ന് പോണ പോലെ അങ്ങനെ കണ്ടിട്ടില്ല. ദേവദൂതർ പാടി ആ രീതിയിൽ നോക്കുമ്പോൾ എന്നാ താൻ കേസോടിൽ രസമായിരുന്നു. പക്ഷെ എനിക്കതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് കുഞ്ചാക്ക ബോബന്റേതാകുന്ന അതേ സമയത്ത് രേഖാചിത്രത്തിൽ അത് തിരിച്ചു മമ്മൂട്ടിയുടെ തന്നെ ആയി. മമ്മൂട്ടി ചേട്ടന്റെ പാട്ട് തന്നെയായി ദേവദൂതർ പാട്ട്. അതുപോലെ ശാന്തമീ രാത്രിയിലും മമ്മൂട്ടി ചേട്ടന്റെ പാട്ട് തന്നെയായി മാറുന്ന ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും വന്ന്. ഹരി ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തൊരു സാധനം, ഈ തുടരുമ്മിലെ വിന്റേജ് ബ്ലാക്ക് അംബാസിഡർ കാറും മോഹൻലാലിനെയും ശരിക്കും നമുക്കിങ്ങനെ എന്താ പറയാ, ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് പോലെ ഇതാക്കാൻ തന്ന നമുക്ക് ഈ അംബാസിഡർ കാറിനോട് തോന്നുന്ന ഒരു പ്രത്യേകതര ഒരു ഇഷ്ടമുണ്ടല്ലോ. അംബാസിഡർ കാർ ഇങ്ങനെ വരുമ്പോൾ അതിപ്പോൾ ലൂസിഫറിലുണ്ട്, ആറാട്ടിലുണ്ട്. ആ ബ്ലാക്ക് അംബാസിഡർ വരുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു വികാരമാണ് നമ്മൾ ഈ മോഹൻലാലിനെ ഫ്രെയിമിൽ കാണുമ്പോൾ ആ വിൻറ്റേജ് മോഹൻലാലിനെ തേടിയിട്ടുള്ള. അപ്പോൾ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാൽ തന്നെ 6-ാം തമ്പുരാനിലല്ലേ, രാവണപ്രഭുല് എന്താ എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അത് ശരിക്കും സത്യം. ബിക്കോസ് ഐ തിങ്ക് ഹീസ് എ വെരി ബ്ലെസ്ഡ് ആക്ടർ ദാറ്റ് യു നോ
മോഹൻലാൽ ഫ്രെയിമിൽ വരുമ്പോൾ മോഹൻലാലിനെ ഇപ്പോൾ ഈ പറയുന്ന ഔട്ട്സൈഡ് കേരള ക്രിട്ടിക്സൊക്കെ പറയുന്ന പോലെയോ അല്ലെങ്കിലൊക്കെ ആളുകൾ സിനിമയിലുള്ള ആളുകളൊക്കെ പറയുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അബൌട്ട് ഹിസ് ഫിസിക്കും ഒരുപാട് അങ്ങനെ ബോഡി ഷെയിം ചെയ്യപ്പെടേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും നമ്മളത് കാണുമ്പോൾ മോഹൻലാൽ അങ്ങനത്തെ ഒരു ഫ്ലോസും അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ നമ്മളാരും നോക്കാറില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. അതൊരു മോഹൻലാൽ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞാനിത് സംസാരിച്ചിട്ടുണ്ട്. അവനൊരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു സാധനമുണ്ട്. അവൻ എമ്പുരാന് വേണ്ടി എൻ്റെ അടുത്ത് വാദിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ലാലേട്ടൻ മുണ്ട് മടക്കുന്ന പോലെ എന്താ ഇടംകാല് കൊണ്ട് മടക്കി ഇടം കൈ കൊണ്ട് പിടിച്ച് വലം കൈ കൊണ്ട് കര വരച്ച് കെട്ടുന്നത്. അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടും ഷീ വാസ് ഓൾസോ സെയിങ് ദ സെയിം തിങ്. അത് മോഹൻലാൽ എല്ലാ സിനിമയിലും ഉണ്ടത്, പക്ഷെ എത്ര ചെയ്താലും മടുക്കാത്തൊരു സാധനമാണ്. അങ്ങനെയുള്ള കുറേ മോഹൻലാലിക് ആയിട്ടുള്ള ഫിനോമിനൻ സാധനങ്ങൾ നമുക്കുണ്ട്. പിന്നെ ഈ സിനിമയെ പറ്റിയുള്ള മറ്റൊരു പ്രധാന വിമർശനം അധികാരം സംസാരിക്കാത്തൊരു കാര്യം, ശോഭന വളരെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിപ്പോയി എന്നുള്ള. നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ഒരു നൊസ്റ്റാൾജിക് പർപ്പസിന് യൂസ് ചെയ്ത പോലെ, പ്രത്യേകിച്ച് ശോഭനയ്ക്ക് പെർഫോം ചെയ്യാൻ വല്ലതും ഉണ്ടായിരുന്നോ ചോദിച്ചാൽ അങ്ങനെ തോന്നുന്നില്ല. അപ്പം അഞ്ജന എങ്ങനെയാണ് അതിനെ കാണുന്നത്? ശോഭന എന്ന് പറയുന്ന ആക്ടർക്ക് ചെയ്ത ഓൾവേസ് ഓൾ ടൈം ക്ലാസിക് മണിച്ചിത്രത്താഴ്, അത് തൊട്ടിട്ട് അങ്ങോട്ട് ഉള്ള ഒരുപാട് പടങ്ങൾ, മിത്ര മൈ ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ ശോഭന എന്ന് പറയുന്ന ആക്ടറിനെ വരനാവശ്യമുണ്ടിൽ കണ്ടപ്പോൾ ഒരുപാട് അനൂപ് സത്യൻ്റെ വരനാവശ്യം ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് 40കളിലെ സ്ത്രീകളുടെ 40കളിലെ പ്രണയം സംസാരിക്കുന്ന 40ൻ്റെ 40+ പ്രണയങ്ങൾ സംസാരിക്കുന്ന പടങ്ങളൊന്നും അങ്ങനെ നമുക്കൊരു കൊമേഴ്ഷ്യൽ സ്ട്രീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രണയം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞ് സ്ത്രീകൾക്ക് അർഹിക്കപ്പെട്ട സംഭവമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പം അങ്ങനെ ഒരു രസകരമായൊരു ക്യാരക്ടർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ കാണുന്ന ശോഭന എന്ന് പറയുന്നത് നാഗവല്ലിയുടെ ഒരു ചെറിയൊരു എലമെൻ്റ് ഉള്ള എന്ന ഒരു മെസ്സി ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ശോഭന ഹാസ് ബീൻ ഓൾവേസ് ദ ഫാഷൻ ഐക്കൺ ഫോർ മലയാളി വുമൺ. ഐ ഡോണ്ട് നോ വെദർ അബൌട്ട് പീപ്പിൾ ഔട്ട്സൈഡ് കേരള. അവരുടെ മണിച്ചിത്രത്താഴിലെ കോസ്റ്റ്യൂംസ്, അവരുടുത്തിരിക്കുന്ന സാരികൾ, അവരുടുത്ത ചുരിദാർ, അവരിട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ ഫാഷൻ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് അല്ല. ഇറ്റ്സ് ഓൾ ടൈം. ഷി വാസ് ഓൾവേസ് ലൈക്ക് ദാറ്റ് വുമൺ ഓൺ സ്ക്രീൻ. ഇവിടെ എനിക്ക് തോന്നുന്ന ദൃശ്യത്തിൽ മീനയ്ക്ക് മറ്റേ ലിപ്സ്റ്റിക്ക് കൂടിപ്പോയി എന്നൊക്കെ ഉള്ള ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ കട്ട് ചെയ്യാനാണ് തോന്നുന്നു. ഷി വാസ് മെയ്ഡ് ഇറ്റ് ആസ് അവരുടെ ക്യാരക്ടർ ഒരു മെസ്സി ലുക്കിംഗ് പേഴ്സൺ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ക്യാരക്ടർ തൊട്ട് ഈ പറയുന്ന മില്ല് നടത്തുന്ന മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴ് മലയാളം മിക്സ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി ഉള്ള ഒരാളായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അങ്ങോട്ട് ജെല്ലാവുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓൾസോ ഐ തിങ്ക് അവർക്ക് പെർഫോം ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. ശോഭനയ്ക്ക് പകരം അവിടെ വേറെ ആരായിരുന്നെങ്കിലും അവിടെ ഓക്കെ ആയിരുന്നു. ആ ക്യാരക്ടറിനൊരു സ്പേസോ ആ ക്യാരക്ടർക്ക് ഇപ്പോൾ അവർ തല്ല് വാങ്ങുന്നുണ്ട്, അവരെവിടെയും ഒരു ആളായിട്ട് അവർ പോകുന്നില്ല. ഈവൻ ലാസ്റ്റ് സീനിൽ പോലും ഇവർ 3 സ്ത്രീകൾ ഇരിക്കുന്ന സമയത്ത് പോലും അവരുടെ ഒരു പവറോ അങ്ങനെ ഒരു ഡെപ്തുള്ള ക്യാരക്ടറൊന്നുമില്ല. അവർ ഈ താരത്തിൻ്റെ മറവിൽ നിൽക്കുന്ന ഒരു ഇത്. പക്ഷെ ശോഭനയുടെ ക്യാരക്ടേഴ്സ് പണ്ട് മുതലേ, ഇപ്പോൾ ശോഭനയുടെ പഴയ പടങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ക്യാരക്ടറിന് എത്ര സ്റ്റാർഡമുള്ള ആളുകളുള്ള പടങ്ങളാണെങ്കിലും, മോഹൻലാലായിട്ട് അവർ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാടോടിക്കാറ്റ്, ഇപ്പോൾ ശോഭനയുടെ പഴയ മോഹൻലാൽ പടങ്ങളാണെങ്കിലും അവരുടെ ക്യാരക്ടറിന് ഒരു സ്പേസ് ഉണ്ടാവും എപ്പോഴും. ഷി ഹാസ് ക്രിയേറ്റഡ് ഹെർ സ്പേസ് ഇൻ ഓൾ ദോസ് ക്യാരക്ടേഴ്സ്. അത് എപ്പോഴും സ്ട്രോങ്ങും സബ്സ്റ്റൻസ് ഉള്ളതുമായിരുന്നു. അത് പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐശ്വര്യലക്ഷ്മിയുടെ സ്പേസിലാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ആ ശോഭന ഇവിടെ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ശോഭനയെ പോലെയുള്ള ഒരാളെ ഷീസ് നോട്ട് ജസ്റ്റ് എൻ ആക്ടർ, ഷീ ഈസ് സംബഡി ഹു കുഡ് ബ്രിങ് മാജിക് ഓൺ ടു ദ സ്ക്രീൻ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നമ്മൾ പണ്ട് പറയുന്ന പോലത്തെ ഒരു ഫ്ലവർ വേസ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു സൈഡ് കിക്കായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഹീറോയിൻ അപ്പുറത്തേക്ക്, സോക്കോൾഡ് ഹീറോയിൻ അപ്പുറത്തേക്കുള്ളൊരു ഹീറോയിൻ്റെ ആവശ്യം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ പടത്തിൽ. കുറച്ച് ജനറിഷ്യലി ഇത്തിരി റോങ് ആണ്, പക്ഷേ ഐ തിങ്ക് അതിവിടെ പറഞ്ഞേ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റിംഗിൽ ചെറിയൊരു പാളിച്ച പറ്റിയൊരു ഭാഗം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഫാമിലി മൂവിയാണെന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും മാർക്കറ്റ് ചെയ്തത്. പക്ഷെ ഇതിൽ കുറച്ച് വയലൻസ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് പറ്റിയ ഒരു വയലൻസ് അല്ല സിനിമയിൽ ഉണ്ടായിരുന്നത് ആക്ച്വലി.
അപ്പോൾ കുറച്ചിത്തി ഗോറി ആയിട്ടുള്ള സീൻസ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് പലർക്കും ഫാമിലി മൂവി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളെയോ അല്ലെങ്കിൽ ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരെ ചിലപ്പോൾ ഒന്ന് എന്താ പറയുക ഷോക്കായി ഉണ്ടാവും. അവരതെങ്ങനെയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് പല പഠനങ്ങളും അവർ ഫോൺ യൂസേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം എങ്ങനെയാണ് ഇവരുടെ മൈൻഡും ബ്രെയിനൊക്കെ ഓൾട്ടർ ആവണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ അതേസമയം വയലൻസ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ അഞ്ജനയോട് ഈ സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു. ഞാനൊരു സിനിമ കഴിഞ്ഞ് ലുലു മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സിനിമ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് വലിയ ലെറ്റേഴ്സിൽ വയലൻസ് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വയലൻസ് കാണിച്ചിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാം. പക്ഷെ അത് അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ. വയലൻസ് ഈ സിനിമയിൽ ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ വരും. പക്ഷെ തുടരും പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് കാണാവുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ അതിൽ കുറച്ച് ഇമോഷൻസ് ഉണ്ടാവും, ത്രില്ലിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ പോയിട്ട് ഒരു ഫാമിലിക്ക് പറ്റിയ വയലൻസ് ആണോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ആൾക്കാരെ മിസ്ലീഡ് ചെയ്തോ എന്നുള്ളൊരു സംശയം അങ്ങനെ ആക്ച്വലി എന്നോട് 1-2 പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫാമിലി ആയിട്ട് പോയിട്ട് കുടുംബ സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാൽ ക്രൈം നടക്കേണ്ടതെന്ന്, പക്ഷെ അത് ഇത്ര ഗോറി ആയിട്ട് പല സീക്വൻസസും ഉണ്ടായിരുന്നു. അത് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ വേണമായിരുന്നു ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ. അതെവിടെയും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഈ സിനിമയെ പറ്റി 2-3 ദിവസം അല്ലെങ്കിൽ ആഴ്ചകളോളം നടന്ന പോസിറ്റീവായിട്ടുള്ള ചർച്ചകളിൽ എവിടെയും ഇതിന് വയലൻസിന്റെ ഈ ഒരു കാര്യം ആരും മെൻഷൻ ചെയ്യുന്നില്ല. എല്ലാവരും ഈ ഫുൾ പ്രൈസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വയലൻസ് ഒരു തരത്തിൽ ഇപ്പൊ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായി എത്തിയല്ലോ നമ്മള്. അപ്പൊ ഈ വയലൻസിനെ എടുത്തു പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ പോലുള്ളവരെ ഉണ്ടാവുള്ളൂ മിക്കവാറും. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ഇങ്ങനെ അഞ്ജന തുടരും കണ്ടോ, ഇല്ല പോയില്ല പോണം എന്ന് പറഞ്ഞു പോണം എന്നില്ല. കാരണം അവർ ചെറിയ കുട്ടികളെയും കൊണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവളെയും കൊണ്ട് പോയി, അവളും അവരുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയിട്ട് അവസാനം ഇവർ കുട്ടിക്ക് പെപ്പ പിഗ് വെച്ച് കൊടുത്തു ഡിസ്ട്രാക്ട് ചെയ്യാൻ. ബിക്കോസ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം ടു വാച്ച് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എലമെൻറ്റിൽ ഞാൻ വയലൻസ് ഒട്ടും എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമ്മളിപ്പോൾ പലരെയും ഓരോ പെഡസ്റ്റലിൽ വെച്ചിരിക്കുകയാണല്ലോ. എന്നാൽ മോഹൻലാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂര്യഗായത്രി എന്ന് പറയുന്ന പടത്തിൽ മോഹൻലാൽ മകനെ കൊന്നവരോട് പ്രതികാരം വീട്ടുന്ന ആൾ തന്നെയായിരുന്നു. അതിൻ്റെ രീതിയും അതിൻ്റെ ഇതൊക്കെ ഭയങ്കര വേറൊരു തരത്തിലാണ്. ഇപ്പം നമ്മൾ ഈവൻ ദൃശ്യത്തിൽ പോലും നമുക്ക് ഈ ബ്ലഡ് ഇങ്ങനെ നമ്മളിങ്ങനെ, പക്ഷെ ആളുകൾക്ക് ഇപ്പം അത് വേണം. വയലൻസ് നമ്മുടെ ഒരു പാർട്ട് ടൈമാണ്. കാരണം നമ്മൾ എത്രയൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും നമ്മളൊരു അൺഹാപ്പി സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്. താങ്ക്സ് ടു സോഷ്യൽ മീഡിയ നമ്മുടെ ഈ ഗ്രാറ്റിഫിക്കേഷൻ ലെവലിൻ്റെ ബാർ ഇങ്ങനെ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് എത്ര കിട്ടിയാലും പോരാ എന്നുള്ള സിറ്റുവേഷനിലുള്ള നമ്മുടെ എല്ലാ ഫ്രസ്ട്രേഷനും നമുക്ക് വെൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസായി മാറിയിരിക്കുക ഇപ്പോൾ വയലൻസ്. ആ വയലൻസ് നമ്മളുടെ നമ്പർ ഓഫ് അട്രോസിറ്റീസിൻ്റെ കേസസിലാണെങ്കിലും അത് കുട്ടികളുടെ ഇടയിലുള്ള ക്രൈം റേറ്റ്സ് ആണെങ്കിലും വലിയവരുടെ ഇടയിലുള്ള ക്രൈം റേറ്റ്സ് ആണെങ്കിലും ഫാമിലിക്കകത്ത് നടക്കുന്ന ക്രൈം റേറ്റ്സ് ആണെങ്കിലും ഒക്കെ കൂടി വരുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ പക്ഷേ ഞാൻ പറയുമ്പം നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാഞ്ഞൊരു സാധനം, ഇപ്പോൾ ഈ പറയുന്ന ന്യൂബി ആൾക്കാരെ വെച്ചിട്ട് മോഹൻലാൽ ശ്രമിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ പടം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച പടമായിരുന്നു. ആ പടം പക്ഷേ തിയേറ്ററിൽ ഒരു സക്സസ് ആയിട്ടുള്ള പടമായിരുന്നു. പക്ഷേ ആർട്ടിസ്റ്റിക്കലി ദാറ്റ് വാസ് എൻ അമേസിങ് ഫിലിം ഫോർ ഒരു ആക്ടർ ലൈക്ക് മോഹൻലാലിന്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഫിസിക്കൽ പ്രസൻസിനാണെങ്കിലും ഒക്കെ നമ്മളെ അത്രയും നമുക്ക് എന്താ ഓരോ ഫ്രെയിമും അമേസിങ് ആയിട്ടുള്ള ഫ്രെയിമാണ്. അപ്പോൾ ഒരു പുതിയ ഫിലിം മേക്കറിന് എനിക്ക് തോന്നുന്നത് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ആദ്യം സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒന്നെങ്കിൽ മോഹൻലാലിനെയോ മമ്മൂട്ടിനെയോ നായകനാക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഹി റീഇൻവെൻറ്റ് ഹിംസെൽഫ്. നമുക്ക് ഈ ലോകത്താണോ കഥകളില്ലാത്തത്? നമ്മൾ എന്തിനാണ് ഈ പറയുന്ന ഡാമോനെ ദിനേശയിലും ഈ പറയുന്ന കഞ്ഞിയെടുക്കട്ടെ പോലത്തെ സാധനങ്ങളിലേക്ക് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്? എനിക്ക് പ്രണയം എന്ന് പറയുന്ന പടത്തിൽ, ബ്ലസ്സിയുടെ പ്രണയം എന്ന് പറയുന്ന പടത്തിൽ എന്ത് രസമായിട്ടാണ് ഒരു കസേരയിലിരുന്നിട്ട് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വീൽ ചെയറിലിരുന്നിട്ടാണ്. ഗീവ് us സംതിങ് ഫ്രഷ്, ന്യൂ, ബ്യൂട്ടിഫുൾ, അമേസിങ് ആൻഡ് ബ്രിങ് ഹിസ് മാജിക് ഓൺ സ്ക്രീൻ എന്ന് പറയുന്നത്. അത് എനിക്ക് എന്താ തോന്നുന്നത്, ആക്ച്വലി മോഹൻലാൽ പറഞ്ഞ പോലെ പുതിയ ആൾക്കാർക്ക് ഇനിയും അവസരം കൊടുക്കണം എന്നൊരു അഭിപ്രായമുള്ള ഒരാളാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ഫ്രഷ് മോഹൻലാലിനെ, ഫ്രഷ് സബ്ജക്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് പേഴ്സ്പെക്റ്റീവിൽ മോഹൻലാലിനെ കാണാൻ പറ്റും. നമ്മൾ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് മോഹൻലാലിനെ ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ ഈ തുടരും തരുന്ന ഒരു ഹോപ്പുകളിലൊന്ന് ആക്ച്വലി ഞാൻ അങ്ങനെ കാണും. ഇപ്പോൾ അഞ്ജന പറഞ്ഞ പോലെ ഒരു പുതുമുഖം, ഫ്രഷ് ഫേസ്, ഒരാളുടെ ഫസ്റ്റ് സിനിമയ്ക്ക് ചിലപ്പോൾ മോഹൻലാൽ ഡേറ്റ് കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ ഈ യങ്ങറായിട്ടുള്ള ഒരു യങ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു പുതിയ പെർസ്പെക്റ്റീവ് മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ കൂടെ മോഹൻലാൽ ഇനിയും ടോം ഹാങ്സ്
മാൻ കോൾഡ് ഓട്ടോ ചെയ്തത്. ഐ റിമെമ്പർ ലൈക്ക് ഹി ഹാഡ്, ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ അടുത്ത്, അൽഷൈമേഴ്സ് വന്ന് അങ്ങനെ ഒരു സമയത്താണ്. സോ ഒരു ആക്ടർക്ക് മറ്റേ പണ്ട് മുരളി പറഞ്ഞ പോലെ, നടൻ മുരളി പറഞ്ഞ പോലെ തട്ടേ കിടന്ന് മരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. സോ അവരുടെ ജേർണി കണ്ടിന്യൂസ് ആൻഡ് ദേ ഹാവ് ടു ബി ഓൺ ദ സ്ക്രീൻ അൺടിൽ, ആൻഡ് വി വുഡ് റിയലി ലവ്. ഈ പറഞ്ഞ മലയാളികൾക്ക് മോഹൻലാലിനോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പോലും ഈ പറയുന്നത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങേരുടെ എൻ്റെ ഫേവറേറ്റ് ഫിലിംസ് എഴുതിയപ്പോൾ എനിക്കൊരു പേജ് കഴിഞ്ഞു എന്ന് പറയുന്നില്ല. അത്രയും ചെയ്തിട്ടുണ്ട്, അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് ഈ ലോകത്ത് എവ്രി ഇൻഡിവിജ്വൽ ഹാസ് സ്റ്റോറീസ് അല്ലേ. അപ്പോൾ ഈ 33 കോടി ജനങ്ങളുള്ള ഈ നാട്ടില് 33 കോടിയിൽ കൂടുതൽ സ്റ്റോറികൾ ഉണ്ടാവും. ഈ പറയുന്ന നമ്മുടെ തരുൺ മൂർത്തി പോലും വിന്റേജിലേക്കാണ് തിരിച്ചു പോയത്. അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുമോ, അതുകൊണ്ടാണ് മലൈക്കോട്ടെ വാലിബൻ ഞാനും ആക്ച്വലി വളരെ എൻജോയ് ചെയ്ത സിനിമയാണ് മലൈക്കോട്ടെ. ആക്ച്വലി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഈ സിനിമ വർക്ക് ആയില്ല എന്നുള്ളത്. കാരണം അത്ര ഞാൻ 2 തവണ തിയേറ്ററിൽ കണ്ട സിനിമയാണ് ആക്ച്വലി. അതിന്റെ ഓരോ ഫ്രെയിമും സ്റ്റഡി ക്ലാസ്സാ. ആ ഫ്രെയിംസിന്റെ ആ ഒരു മാജിക്, അത് ശരിക്കും ഒരു സിനിമ എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് ഈ പറയുന്ന സിനിമയിൽ ഈ പറയുന്ന ഇടിയും വെടിയും പുകയും ഒക്കെ വേണം. സിനിമയേക്കാൾ അതൊരു ആർട്ടാണ്, ഒരു ഭയങ്കര ആർട്ട് ഇൻസ്റ്റലേഷൻ ആൻഡ് അഡാപ്റ്റ്, ഒരു ഭയങ്കര രസമുള്ള ഒരു ആർട്ടാണത്. ഞാനൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി വിളിച്ച് പറയുകയും ചെയ്തു, ലൈക്ക് സി ഇറ്റ് ഈസ് എ മാജിക് ദാറ്റ് വാസ് ഓൺ സ്ക്രീൻ. പക്ഷെ അത് എടുത്തു പറയുമ്പോഴും മോഹൻലാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി, ഞാൻ സംസാരിച്ചവരോടൊക്കെ ഞാൻ ചോദിച്ചത്, ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായങ്ങളല്ല കേട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേരോട് ഞാൻ ഇതിനെപ്പറ്റി ഐ ഡിഡ് മൈ കൈൻഡ് ഓഫ് റിസർച്ച്. സോ ആ പോലീസ് സ്റ്റേഷനിൽ ചാടുന്ന സീനുണ്ടല്ലോ, അത് ഗൂസ് ബംസ് തന്നെയായിരുന്നു. അപ്പോൾ മോഹൻലാൽ അരം കിന്നരത്തില് ശങ്കർ മോഹൻലാലും കൂടി മീറ്റ് ചെയ്യുന്ന സീൻ ഇനീഷ്യലി സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ അടുത്ത് കണ്ടതാ. ഞാൻ ആക്ച്വലി അത് റീവൈൻഡ് ചെയ്ത് ഒന്നും കൂടി പോയി കണ്ടു. കാരണം അതൊരു സിംഗിൾ ഷോട്ടാണ്. നമ്മൾ ഈ പറയുന്ന അഡോളസൻസ് പോലത്തെ വെബ് സീരീസിലെ സിംഗിൾ ഷോട്ട് സീൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി നോക്കുമ്പോൾ അന്ന് ഇതൊന്നും എന്താ പറയുക, ടെക്നോളജിക്കലി നമ്മൾ ഇത്ര അഡ്വാൻസ് അല്ലാത്ത കാലത്ത് അന്ന് ഒരു സീൻ ഉണ്ട് അതിൽ, ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് മോഹൻലാൽ ഒരു കാറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു തെങ്ങിൻ്റെ അതിലേ ചുറ്റിയിട്ട് മറ്റേ കാറിൻ്റെ മുകളിൽ പോയിരിക്കുന്ന ഒരു മോഹൻലാലുണ്ട്. അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അത് അങ്ങേർക്കേ പറ്റുള്ളൂ. അത് ഞാനിങ്ങനെ MG ശ്രീകുമാർ അങ്ങനെ പറ്റി പറഞ്ഞിട്ടുള്ള പിന്നെ ഭാരതത്തിലെ പാട്ടിനെ പറ്റിയിട്ടാണെങ്കിലും ലിപ്സിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഒറ്റ പിന്നെ ടേക്കിൽ എങ്ങനെ അത് എടുത്തു, അങ്ങനെ എല്ലാവരും മണിരത്നമാണെങ്കിലും ഇരുവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ അത്ഭുതമാണ്. അങ്ങേരെ ഓരോ സീനും നമുക്കിങ്ങനെ ആ മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെൽ ഫാനാണ് ഞാൻ. പുതിയ കഥാപാത്രങ്ങൾ, പുതിയ കഥകൾ, പുതിയ സർക്കംസ്റ്റൻസസ്, പുതിയ പെർസ്പെക്റ്റീവിൽ മോഹൻലാലിനെ നമുക്ക് ഇനിയും കാണാൻ പറ്റണം. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യവും.